ഹായ് ഫ്രണ്ട്സ്, ആദർശിൻ്റെ നയനയുടെ ഒരു പുത്തൻ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് അനന്തപുരി തറവാട്ടിൻ്റെ മുറ്റത്തേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങിയിട്ട് ആ വീടൊക്കെ ഒന്ന് സൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആഹാ കൊള്ളാലോ, പറഞ്ഞു കേട്ടതിലും വലിപ്പമുണ്ടല്ലോ അനന്തപുരി തറവാട്ടിന് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനിയാണ് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ദേവയാനിക്ക് ആളെ ഇങ്ങനെ മനസ്സിലായിട്ടില്ല, ഇങ്ങനെ നോക്കുന്നുണ്ട് ആരാണെന്ന് അറിയാത്ത മട്ടിൽ. അപ്പോഴത്തേക്കിനും അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ അകത്തേക്ക് വിളിക്കുന്നില്ലേ, പുറത്തു വന്ന് നിൽക്കുന്ന ആളെ വിളിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും കയറി വരൂ എന്ന് പറഞ്ഞിട്ട് ദേവയാനി വിളിച്ചുകൊണ്ട് പോയി ഇരുത്തുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, ക്ഷമിക്കണേ എനിക്ക് ആളെ മനസ്സിലായില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും അതോ ഞാൻ ഇവിടുത്തെ അനാമികയില്ല, അനാമികയുടെ ഫ്രണ്ടാണ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ അനാമികേനെ ഒന്ന് കാണാൻ വന്നതാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും ദേവയാനി പറയുന്നുണ്ട്, ഓ സോറി കേട്ടോ, അനാമികയുടെ കൂടെ പഠിച്ചതാണോ, ഞാനിപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ദേവയാനി പോയി അനാമികേനെ വിളിക്കുന്നുണ്ട്. അനാമിക ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ ആളെ കണ്ടിട്ട് അനാമിക ഒന്ന് ഞെട്ടുന്നുണ്ട്. ഞെട്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് അനാമിക എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്നൊക്കെ അയാൾ ചോദിക്കുന്ന സമയത്ത് അനാമിക പെട്ടെന്ന് പരിഭ്രാന്തിയിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനാമിക ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ മോക്ക് ആളെ മനസ്സിലായില്ലേ? ഇല്ല വല്യമ്മേ, എനിക്കറിയാം, ഇതെൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അനാമിക ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ അയാൾ ചോദിക്കുന്നു. സുഖമാണ്, എല്ലാം സന്തോഷമായിട്ട് പോകുന്നു എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും ദേവയാനി പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ദേവയാനി കിച്ചണിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും അനാമികയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. മാലിക്കോ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എന്താ ഇപ്പോൾ ഇവിടെ എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? നമ്മൾ തമ്മിലുള്ളതെല്ലാം അവസാനിപ്പിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മാലിക് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. എന്താ അതിനിപ്പോൾ പ്രശ്നം? ഞാൻ ഒരു ഭാര്യയാണ്, എൻ്റെ വിവാഹം കഴിഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുമ്പോഴത്തേക്കിനും അതിനെന്താ, ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നു. പിന്നെ ഞാൻ നിങ്ങൾ താമസിച്ചിരുന്ന വീട്ടിലൊക്കെ വന്ന് നോക്കി, അപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ ഇപ്പോൾ ഏതോ വലിയ വീടൊക്കെ വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ്, നീ ഇപ്പോൾ അനന്തപുരി തറവാട്ടിലാണ് എന്നൊക്കെ അറിഞ്ഞത്. എന്നാൽ നിങ്ങളുടെ വീട് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും അനന്തപുരി തറവാട്ടിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴേ ആർക്കും പറഞ്ഞു തരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ നേരെ ഇങ്ങ് പോകുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അനാമിക ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് അനി ഇങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പോഴത്തേനും അയാൾ ചോദിക്കുന്നുണ്ട്, ഇയാളാണോ നിന്റെ ഹസ്ബൻഡ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും അനി ഇങ്ങനെ വന്നിട്ട് അനാമികയുടെ നിപ്പ് കണ്ടിട്ട് എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. എന്നാൽ അനി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ ഒന്ന് പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട്. അയാൾ ചോദിക്കുന്നുണ്ട്, എന്താടി നിന്റെ ഹസ്ബൻഡിന് മറ്റുള്ളവരെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാനൊന്നും അറിയില്ലേ എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഒന്നുമില്ല, അദ്ദേഹത്തിന് അവന് പുറത്തേക്ക് അത്യാവശ്യമായിട്ട് പോകാനുണ്ട്, അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കിനും ദേവേനി ഇങ്ങനെ ജ്യൂസൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ആ സമയം ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അനാമിക പെട്ടെന്ന് റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അനാമിക ഇങ്ങനെ റൂമിലേക്ക് പെട്ടെന്ന് ചെന്നിട്ട് രേവതിനെയും വേണുവിനെയാണ് ഫോൺ വിളിക്കുന്നത്. അമ്മേ അവൻ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിനെ രേവതി ചോദിക്കുന്നുണ്ട്, ആര്, നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അവൻ മാലിക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും രേവതി ഇങ്ങനെ ഞെട്ടുന്നുണ്ട് കേട്ടോ. അവനെന്തിനാ അങ്ങോട്ടേക്ക് വന്നത്, അവന് എങ്ങനെ അറിഞ്ഞു? നമ്മുടെ എല്ലാം പുറത്ത് വരുമല്ലോ, നമ്മുടെ കള്ളികളെല്ലാം വെളിച്ചത്ത് വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ രേവതി ടെൻഷൻ അടിക്കുന്ന കണ്ടിട്ട് വേണു പെട്ടെന്ന് വരുന്നുണ്ട്. എന്താ മോളിനി അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും അതൊന്നുമല്ല മനുഷ്യ, അവനെ മാലിക്ക് അവൻ അനന്തപുരി തറവാട്ടിൽ എത്തിയിട്ടുണ്ടെന്ന് എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കിനും അനാമിക പറയുന്നുണ്ട്, അമ്മ ഞാനിനി എന്താ ചെയ്യുക, നിങ്ങളൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരി മോള് ടെൻഷൻ അടിക്കാതെ ഇരിക്കുക, ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയേക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം രേവതി വേണുവിനോടായിട്ട് പറയുന്നുണ്ട്, മാലിക്ക് അനന്തപുരി തറവാട്ടിൽ എത്തിയിട്ടുണ്ട്, മോളാകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, പെട്ടെന്ന് വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയുമ്പോഴത്തേക്കും വേണു പറയുന്നുണ്ട്, എൻ്റെ ഈശ്വര ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ തന്നെ അവൾക്ക് ആ വീട്ടിൽ നിന്ന് എങ്ങനെ പടിയിറങ്ങുന്നതെന്നോ ഒരു കാര്യം നോക്കിയിരിക്കുകയാണ് അവളെ അടിച്ചിറക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതും കൂടി ആവുമ്പോൾ എന്താ ഇനി നമ്മുടെ കടങ്ങളെല്ലാം എന്ത് ചെയ്യും? ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു കച്ചിത്തുരുമ്പാണല്ലോ അനന്തപുരി തറവാട്, ഇനി അത് നശിക്കുമോ ഈശ്വര എന്നൊക്കെ ഇങ്ങനെ വേണു പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും രേവതി പറയുന്നുണ്ട്, നിങ്ങൾ ഇതൊന്നും സംസാരിച്ച് നിൽക്കാൻ നേരമില്ല, അവിടെ എന്തെങ്കിലും പ്രശ്നമാവുന്നതിന് മുമ്പ് നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി പെട്ടെന്ന്
റെഡിയായി വരികയാണ് കേട്ടോ. അങ്ങനെ വന്ന് കയറുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്, ആഹാ വേണു രേവതിയോ, എന്താ വിശേഷിച്ച്, ഇന്നലെയല്ലേ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നു പോയതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും രേവതി പറയാണ്, അല്ല മോള് വിളിച്ചിരുന്നു, മോളുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, അവനെ ഇന്ന് കാണാനായിട്ട് വന്ന, ഞങ്ങൾ നല്ല ഫ്രണ്ടായിരുന്നു മോളുടെ കുട്ടിക്കാലം തൊട്ടേ, അപ്പോൾ ഇവനെ കണ്ടിട്ട് ഒരുപാട് നാളായി, എന്നാൽ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ച് വന്നതാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേണുവിനെയും രേവതിയെയും കാണുമ്പോഴത്തേക്കിന് മാലിക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ദേവയാനി പറയുന്നുണ്ട്, അന്ന് നിങ്ങൾ സംസാരിച്ചിരിക്കുക, എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാലിക്കിനെയും കൂട്ടി മാറിപ്പോയി നിന്ന് അവർ സംസാരിക്കുകയാണ്. അപ്പോഴത്തേന് വേണു, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, നീ ആയിട്ടുള്ള ബന്ധങ്ങളെല്ലാം അവസാനിപ്പിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേണു ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴത്തേക്കിനും വന്ന ആൾ പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കാൻ പറ്റുന്ന ബന്ധമാണോ അങ്കിളെ ഞങ്ങൾ തമ്മിലുള്ളത് എന്ന് പറഞ്ഞിട്ട്, എൻ്റെ കയ്യിലേ തെളിവ് വരെ ഉണ്ട്, ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്നേ ഞാൻ അങ്ങോട്ട് പറയും, നിങ്ങൾ അങ്ങ് അനുസരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ട അനാമിക ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്നാൽ എന്തോ എടുക്കാൻ മറന്ന രീതിയിൽ അനി ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും ആ മാലിക് തൻ്റെ കല്യാണ ഫോട്ടോ വേണുവിനെ എടുത്ത് കാണിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അനാമികയുടെയും അയാളുടെയും കല്യാണ ഫോട്ടോയാണ് എടുത്തു വെച്ച് കാണിക്കുന്നത്. വേണുവിനെ ഇങ്ങനെ കാണിച്ച്, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അങ്കിളിന് അറിയില്ലെന്നും പറഞ്ഞിട്ട്, ഇത് നോക്കിയാലേ ഒന്ന് ഓർമ്മ കിട്ടുമെന്നും പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് കണ്ടുകൊണ്ട് വരുന്ന അനിയെ ഇത് ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അനി ഇങ്ങനെ കാണുമ്പോഴത്തേക്കിനും അനാമികയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ആകെപ്പാടെ പരിഭ്രമിച്ച് നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.